ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാഗർ ഹോസ്പിറ്റലായ വിവരം ഷൺമുഖൻ സുമിത്രയൊക്കെ അറിയിക്കുന്നുണ്ട്. സുമിത്ര വേറെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് സാഗറിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന തരത്തിലുള്ളത്. മാനസ സുജാതയെ ആശ്വസിപ്പിച്ച് മാനസയുടെ കൂടെ നിർത്താൻ മാക്സിമം നോക്കുന്നുണ്ട്. സുജാത മാനസയുടെ വർത്താനത്തിൽ വീണ് പോകുന്നതുകൊണ്ട് മാനസ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. അന്നേരമൊക്കെ മാനസയുടെ മുഖത്ത് അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ ഒരു വിജയച്ചിരിയാണ്. മിക്കപ്പോഴും കൺമണിക്കെതിരെ സുജാത തിരിക്കാൻ തന്നെയായിരിക്കും മാനസ ശ്രമിക്കുന്നത്. അതിൽ വിജയിക്കുന്നുണ്ടായിരിക്കാം. ദേവ്ജിയോട് ഭാഗ്യശ്രീ പറയുന്നുണ്ട്, സാഗർ സാറ് ഹോസ്പിറ്റലാണെങ്കിലും അത്രയും നല്ല പ്രൊട്ടക്ഷൻ വേണം. അതുപോലൊരു ക്രിമിനലാ എൻ്റെ അമ്മ. ഒരാളെ അപകടപ്പെടുത്താൻ അവർ തീരുമാനിച്ച ഏത് രീതിയിലാണെങ്കിലും അമ്മ അത് ചെയ്തിരിക്കും. മഹി ഹോസ്പിറ്റലിൽ വരുമ്പം മാനസ എന്തോ പറഞ്ഞ് അവനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, മാനസ മണ്ടിയാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, അതുപോലെ ബാക്കിയുള്ളവർ മണ്ടന്മാരാന്ന് മാനസയും കരുതരുത്. അവന്റെ ഡയലോഗ് മാനസയ്ക്ക് എത്ര പിടിക്കില്ല. കൺമണി ശ്രീനിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, കൃഷ് സാർ ഞാനും അങ്ങോട്ട് തിരിക്കുക, ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുന്നത്, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരൂ. മിക്കപ്പോഴും കൺമണി അവിടെ ചെല്ലുമ്പോൾ കൺമണിയെ കൃഷ്ണന്റെ കൂടെ കാണുമ്പോൾ വീണ്ടും സുജാതയ്ക്കൊക്കെ ദേഷ്യം വരും. കൺമണിയെ അങ്ങോട്ട് അടുക്കാൻ പോലും സമ്മതിച്ചെന്ന് വരത്തില്ല. കൺമണിയും കൃഷ്ണയും വളരെയധികം സങ്കടത്തോടെയാണ് കേണൽ സാറും ഷീലയെ യാത്രയാക്കുന്നത്. ഷീല കരയുന്നുണ്ട്. കൃഷ്ണനും കൺമണിക്കും ഉണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ സങ്കടം. കാരണം അവരുടെ ലൈഫ് അത്രത്തോളം മനോഹരമാക്കിയത് പൊന്നുമേട്ടിലെ കേണൽ സാറിൻ്റെ വീട്ടിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും നല്ല മടിയുണ്ട്. പക്ഷെ ഇപ്പം പോകേണ്ട അത്രത്തോളം അത്യാവശ്യമായൊരു സാഹചര്യമാണ് വന്നേക്കുന്നതും. ഇനി കൃഷ് സാഗറിൻ്റെ ഹോസ്പിറ്റൽ കേസും അതിൻ്റെ പുറകെ ആകുമ്പം കൺമണി എത്രത്തോളം അവന് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൺമണി വീട്ടിൽ ചെല്ലുമ്പം എന്താണേലും വരുൺ ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കത്തില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം. ഇനിയിപ്പോൾ സുമിത്ര സാഗറിനെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് ബലരാമനെ തലേ കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ. കാരണം സാഗർ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. ഷൺമുഖനും സുമിത്രയ്ക്കും ഒക്കെ ഈ ചെയ്യുന്നതിനുള്ള ശിക്ഷ എത്രയും വേഗം തന്നെ കിട്ടണം. അതുപോലെ കൺമണിക്ക് എത്രയും പെട്ടെന്ന് വരുണിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കട്ടെ. സാഗർ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരുന്നവരെ ഇതുപോലെ ഷോക്കായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കും. സാഗർ തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺമണി ആ ഡിസൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും.